നമുക്ക് ചുരിദാറിന്റെ അടുത്ത് വരികയാണ്. നമുക്ക് ഫസ്റ്റ് കളർ വരുന്നത് ഇതാട്ടോ. ഇത് ബാഗൽപൂർ സിൽക്കാണ് മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത്. ശരിക്കും ഒരു ടസറിന്റെ ലുക്ക് ആട്ടോ. നല്ല ഷെയ്ഡ്സ് ആ എല്ലാം വന്നേക്കുന്നത്. അപ്പൊ ഇത് ടോപ്പിന്റെ കളർ ഒരു ലാവണ്ടർ ഷെയ്ഡ്, ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ, പിങ്കിഷ് പീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് ആ ഒരു മെറ്റീരിയലും കൂടെ ആയതുകൊണ്ട് ശരിക്കും ആ ഒരു ടസറിന്റെ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കളേഴ്സ് കൊണ്ടാണെങ്കിലും നമുക്ക് ഭയങ്കര എടുപ്പാട്ടോ. ബോർഡർ ആണെങ്കിൽ ഒരു ടെമ്പിൾ ഡിസൈൻ നമുക്ക് ആ ഒരു ദുപ്പട്ടയിൽ ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നതും സെയിം ഫാബ്രിക് തന്നെയാണ്. ഇതിൽ കുറച്ച് സ്റ്റാർച്ച് മുക്കി ഈ ഒരു മോഡൽ വരുന്നത്. വാഷ് ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ വീണ്ടും ചെറുതായിട്ടൊന്ന് സ്റ്റാർച്ച് മുക്കി എടുത്താൽ മതി കേട്ടോ. ഇത് ഒത്തിരി അങ്ങ് എപ്പോഴും എടുത്ത് വാഷ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. കാരണം ടസറൊക്കെ പോലെ തന്നെ. അപ്പോൾ ടസറൊക്കെ എപ്പോഴും വാഷ് ചെയ്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചുളുക്കം പോലെ വരും. അതുപോലെ തന്നെയാണ് കേട്ടോ. ആ ഒരു സെമി ആയിട്ട് ചെയ്തേക്കുന്നുണ്ട് അതേ ഫീച്ചേഴ്സ് തന്നെ ഇതിലും വരുന്നത്. അതുകൊണ്ട് ഒത്തിരി പിഴിയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മുക്കി എടുത്താൽ മതി. വാഷ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് മുക്കി എടുക്കുക. ടോപ്പിന് പ്രത്യേകിച്ച് ഒരു വീവിങ്ങോടെ കൊടുത്തേക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ളതിലാണ് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ചുളുക്കം ഫീൽ ചെയ്യുന്നത്. ഇതിന് അങ്ങനെ വലിയ പ്രശ്നം വരത്തില്ല. ഫുള്ളായിട്ട് ഇതുപോലെ സിഗ്സാഗിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ കളറിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഒരു കോമ്പിനേഷനും ടോപ്പിന്റെ കളറും ഒക്കെ നല്ല രസമാണ്. നിങ്ങൾക്ക് വേറെൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. ടോപ്പ് നല്ല ലെങ്തി ആയിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇപ്പം നൂർത്തി പിടിച്ചതാണ്. ഒരു നല്ല ലെങ്തി, ഒരു 48, 49 ഒക്കെ ലെങ്ത് തയ്ക്കാൻ കിട്ടും. ദുപ്പട്ട അത്യാവശ്യം നല്ല ലെങ്തിയാണ് കേട്ടോ. ഇതുപോലെ ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത്. ബോട്ടം ആ സെയിം തന്നെ കളർ, സെയിം ഫാബ്രിക്കുമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്പർ വരുന്നത് P130. റേറ്റും റീസണബിൾ ആട്ടോ. 990 മാത്രമേ ഉള്ളൂ. 990. നമുക്ക് നെക്സ്റ്റ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. ഇതൊരു ഗ്രീൻ ആൻഡ് യെല്ലോയുടെ കോമ്പിനേഷനാണ്. ഭയങ്കര യെല്ലോ അല്ല, ഒരു ഗോൾഡൻ യെല്ലോ ആട്ടോ ദുപ്പട്ടയുടെ കളർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും ആ സെയിം തന്നെ ഫീച്ചേഴ്സ് ആണ്. ഫുൾ സിഗ്സാഗിന്റെ ഡിസൈൻ ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഗ്രീൻ്റെ കൂടെ ഒത്തിരി കളേഴ്സ് മാച്ച് ആവട്ടെ. നിങ്ങൾക്ക് ആ ഒരു കോൺട്രാസ്റ്റ് മാച്ചിങ്ങിലൊക്കെ ഇടാൻ നല്ല റേറ്റുമാണ്. ഈ സിഗ്സാഗ് വരുന്ന ഐറ്റംസിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് ആ തയ്ച്ചിടുമ്പോൾ ഭയങ്കര എടുപ്പാണ്. ശരിക്കും ആ ഒരു സെമി ടസറിൽ മുറിച്ചെടുക്കുന്ന മെറ്റീരിയലൊക്കെ ഈ ഒരു മോഡൽ വന്നിട്ട് ഭയങ്കര മൂവിങ്ങാണ്. കാരണം ഒത്തിരി കളേഴ്സിൻ്റെ കൂടെ മാച്ച് ആവും ഈ ഒരു ഗ്രീന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒത്തിരി നമുക്ക് ആ ഒരു ഷെയ്ഡുമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ദുപ്പട്ടയൊക്കെ വെച്ചിട്ട് ഇത് മാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടൊരു കോമ്പിനേഷൻ. ആ ഒരു സെയിം വീവിങ്ങിൻ്റെ ആ കളർ തന്നെയാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. സെയിം തന്നെ ബോട്ടം കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ കാണാൻ അടിപൊളി സെറ്റാട്ടോ. ഞാൻ പറഞ്ഞ 4 ഷെയ്ഡ്സേ വന്നിട്ടുള്ളൂ. പക്ഷേ 4 നല്ല കളേഴ്സാണ്. അപ്പോൾ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് ചെയ്തേക്കുന്ന കളേഴ്സാട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് P129. റേറ്റ് 990. അടുത്തത് നല്ലൊരു പീച്ചും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാട്ടോ. നമുക്ക് ടോപ്പിന് വരുന്നത് കോമ്പിനേഷൻ ബ്ലൂ ആണ്. അപ്പോൾ അത് ഡബിൾ ഷെയ്ഡ് ആയിട്ട് എല്ലാത്തിനും ദുപ്പട്ടയും വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വാഷ് ചെയ്യുന്നത് കുഴപ്പമില്ല. പറ്റുന്നത്രയും ദുപ്പട്ട ഒത്തിരി വാഷ് ചെയ്യണ്ട കേട്ടോ. ശരിക്കും ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആയിരുന്നു. സെപ്പറേറ്റ് നമുക്ക് ദുപ്പട്ടയ്ക്കും ഇങ്ങനത്തെ ഫാബ്രിക് വരാറുണ്ട്. ബാഗൽപൂർ സിൽക്കിൽ വരുന്ന ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ്. മൊത്തത്തിൽ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഈ റേഞ്ചിൽ നല്ല ഐറ്റാണ്. ഇതാണ് ടോപ്പിന്റെ ഡിസൈൻ വരുന്നത്. നമ്പർ വരുന്നത് P127. റേറ്റ് 990.